വസന്തകുമാർ രാമൻ ബ്ലോഗ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് കാവുപൂജയെക്കുറിച്ചാണ്. എന്തിനു വേണ്ടിയിട്ടാണ് കാവുപൂജ നടത്തുന്നത്, എന്നതിനെക്കുറിച്ചുള്ള ഒരു വിശദീകരണമാണ് ഈ വീഡിയോയിൽ. സർപ്പങ്ങളുടെ അധിവാസം പണ്ടുപണ്ടേ ഭൂമിയിലുണ്ടായ നാൾ മുതൽ ചില സർപ്പങ്ങൾ ഉപദ്രവകാരികളായി തീർന്നു. മനുഷ്യരെ മാത്രമല്ല, ജീവികളെ ഒക്കെ കടിച്ചു തുടങ്ങി. സർപ്പവിഷത്താൽ ജീവികൾ ഒടുങ്ങിത്തുടങ്ങി. അപ്പോൾ മഹർഷിമാർ സജ്ജനങ്ങളോടൊത്ത് കശ്യപ മഹർഷിയെ ചെന്ന് കണ്ട് കാര്യങ്ങൾ അറിയിച്ചു. മക്കൾ ചെയ്യുന്ന കുറ്റം അച്ഛനോടാണല്ലോ പറയുന്നത്. മക്കളെ കുറ്റം ചെയ്യാതിരിക്കാനായി ശാസിച്ച് മറ്റുള്ളവർക്ക് ഉപദ്രവം ചെയ്യാതിരിക്കാൻ പ്രേരിപ്പിക്കേണ്ടത് പിതാവിൻ്റെ കടമയാണല്ലോ. സർപ്പങ്ങളുടെ പിതാവ് കശ്യപനാണ്. അതാണ് മഹർഷിമാർ കശ്യപനെ കണ്ട് കാര്യങ്ങൾ പറഞ്ഞത്. ഇതറിഞ്ഞ കശ്യപന് വിഷമം തോന്നി. തൻ്റെ മക്കൾ അന്യർക്ക് ശല്യം ചെയ്യുന്നത് എന്തൊരു വിനാശമാണ്. ഇതറിഞ്ഞ കശ്യപന് വിഷമം തോന്നി. തൻ്റെ മക്കൾ അന്യർക്ക് ശല്യം ചെയ്യുന്നത് ഏതൊരു പിതാവും ഇഷ്ടപ്പെടുകയില്ല. അദ്ദേഹം ചിന്താധീനനായി. പിന്നെ എല്ലാവരുമൊത്ത് ബ്രഹ്മദേവനെ പ്രസാദിപ്പിച്ച് കാര്യങ്ങൾ പറഞ്ഞു. എല്ലാവരുടെയും പിതാവാണല്ലോ ബ്രഹ്മദേവൻ. ബ്രഹ്മദേവൻ ഇതറിഞ്ഞപ്പോൾ കശ്യപന് വിഷഹാരി മന്ത്രം ഉപദേശിച്ചു പറഞ്ഞു. ഈ മന്ത്രം സർപ്പവിഷബാധ അകറ്റുന്നതാണ്. അങ്ങ് ഈ മന്ത്രശക്തിയാൽ സർപ്പം കടിക്കുന്നവരെ വിഷമുക്തനാക്കണം. സർപ്പങ്ങളെല്ലാം ഭൂമിയിൽ വസിച്ചു കൊള്ളട്ടെ. അവർക്ക് വാസസ്ഥാനമായി മലകളും മരങ്ങളും കാവുകളും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ജനങ്ങൾ അവയെ ഭക്തിപൂർവം ആരാധിച്ചാൽ അവർ ദോഷം ചെയ്യുകയില്ല. എല്ലാവർക്കും സമാധാനമായി. ബ്രഹ്മദേവൻ്റെ കൽപ്പനപ്രകാരം സർപ്പങ്ങൾ അവർക്കിഷ്ടപ്പെട്ട സ്ഥാനങ്ങൾ വാസയോഗ്യമാക്കി. പഴയ തറവാട്ടുകാർ അവരവരുടെ പുരയിടങ്ങളിൽ ഒരു ഭാഗത്തെ വനങ്ങൾ വെച്ച് പിടിപ്പിച്ച് സർപ്പങ്ങൾക്ക് വാസയോഗ്യമാക്കി. കേരളത്തിൽ പരശുരാമൻ ഭൂമിക്കുളയ ദൈവങ്ങളായി സർപ്പങ്ങളെ അവരോധിച്ചു. സർപ്പപൂജയ്ക്കുള്ള സർപ്പത്തിനെ പ്രീതിപ്പെടുത്തുന്നതിനുള്ള പൂജാവിധികളും ചില നമ്പൂതിരിമാർക്ക് ഉപദേശിച്ചു കൊടുത്തു. ആ വിധി അനുസരിച്ചുള്ള പൂജകളാണ് കാവുപൂജകൾക്കായി ചെയ്യുന്നത്. കാവുപൂജ എന്നാൽ സർപ്പപ്രീതിക്കുള്ള പൂജയാണ്. കാവിൽ സർപ്പങ്ങൾ അധിവസിക്കുന്നു. ജനങ്ങൾ തൻ്റെ വീട്ടിലെ ഒരംഗത്തിന് ഊണും പൂജയും കൊടുക്കുന്നത് പോലെ സർപ്പത്തിന് പൂജ കൊടുക്കുന്നു. ചിലർ പ്രത്യേകമായി ചിത്രകൂടം കെട്ടി നമ്പൂതിരിമാരെ കൊണ്ട് പ്രതിഷ്ഠ നടത്തി പൂജിക്കുന്നുണ്ട്. പരമ്പരാഗതമായി ഈ രീതി നിലനിന്നു വരുന്നു. സർപ്പങ്ങളുടെ നാള് ആയില്യമായതിനാൽ സർപ്പപൂജയ്ക്ക് ആയില്യപൂജ എന്നൊരു പേരും കൂടി സിദ്ധിച്ചു. കന്നിമാസത്തിലെ ആയില്യം മുതൽ മേടം 10 വരെയും ഏതെങ്കിലും ദിവസമാണ് കാവുപൂജ നടത്താറ്. മേടം 10 കഴിഞ്ഞാൽ സർപ്പങ്ങൾ വിശ്രമത്തിനായി വിലങ്ങളിൽ താമസിക്കും. ആ സമയം അവർ സമാധി പോലെയാണ്. അക്കാലത്ത് പൂജകളൊന്നും തന്നെ നടത്താറില്ല. ആണ്ടിൽ ഒരിക്കലാണ് പൂജ കൊടുക്കുന്നത്. നിത്യവും കിട്ടുന്ന പൂജയ്ക്ക് സമാനമാണ് ആണ്ടിൽ ഒരിക്കൽ കിട്ടുന്ന ആ പൂജ. ആ പൂജയിലെ നിവേദ്യം സ്വീകരിച്ചുകൊണ്ട് സർപ്പദൈവങ്ങൾ സന്തുഷ്ടരാകുന്നു. സർപ്പങ്ങൾ കാണപ്പെട്ട ദൈവമാണ്. അതിനെ നേരിൽ കാണാൻ സാധിക്കും. ഭക്തിയോടെ ശ്രദ്ധയോടെ ശുദ്ധമായി അതിനെ ആചരിക്കേണ്ടതാണ്. നിത്യവും കുളിച്ച് ശുദ്ധമായി കാവിൽ വിളക്ക് കൊളുത്തേണ്ടതാണ്. പൂജ ചെയ്യുന്നത് പണ്ട് മുതലേ പരശുരാമൻ കൽപ്പിച്ചു നൽകിയ ഇല്ലങ്ങളിലെ നമ്പൂതിരിമാരാണ്. കാവിൻ്റെ സമീപത്തായി മിക്കവാറും പുരയിടങ്ങളിൽ
കുളം ഉണ്ടാകും. അശുദ്ധി കാലത്ത് സർപ്പക്കുളങ്ങളിൽ ഇറങ്ങാൻ പാടില്ലെന്നാണ് പൂർവികർ നിർദ്ദേശിച്ചിരിക്കുന്നത്. അങ്ങനെ ഇറങ്ങിയാൽ സർപ്പകോപമുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. 4 ജാതി ജനങ്ങൾ ഉള്ള പോലെ തന്നെ 4 ജാതി സർപ്പങ്ങളുമുണ്ട്. ബ്രാഹ്മണ സർപ്പം, ക്ഷത്രിയ സർപ്പം, വൈശ്യാകുല സർപ്പം, ശൂദ്രസർപ്പം. ഓരോരുത്തർക്കും അവർക്ക് യോജിച്ച വണ്ണമുള്ള പൂജയും നിവേദ്യവുമാണ് സമർപ്പിക്കേണ്ടത്. ബ്രാഹ്മണ സർപ്പം ഉത്തമ സർപ്പമാണ്. കാവില്ലെങ്കിലും നിത്യവും ദീപം കൊളുത്തണം. നിവേദ്യം പലതുണ്ട്. പാൽ, പഴം നിവേദിക്കുക, ത്രിമധുരം, അപ്പം, പാൽപ്പായസം, പായസം, വെള്ളനിവേദ്യം എന്നിങ്ങനെ പലതുമുണ്ട്. ഓരോരുത്തർക്കും എന്താണോ ഇഷ്ടം അതനുസരിച്ച് നിവേദ്യം ചെയ്യാം. പരമ്പരാഗതമായി ചെയ്തിരുന്ന രീതി തന്നെ തുടർന്നാൽ മതി. പിന്നെ 100 പാലും എന്നൊരു വിശേഷവിധിയുണ്ട്. സർപ്പപ്രീതിക്കും ദോഷനിവാരണത്തിനും അത് ഉത്തമമാണ്. പിന്നെ സർപ്പപ്പാട്ട്, സർപ്പബലി തുടങ്ങിയ ചടങ്ങുകളുമുണ്ട്. ഓരോ കാവുകളിലും ഓരോ തരം സർപ്പങ്ങളായിരിക്കും. ഏതായാലും 4 ജാതി സർപ്പങ്ങളെയും പൂജിക്കുന്ന പതിവുണ്ട്. സർപ്പപ്രീതിക്കായി കാവു പൂജയും നടത്തേണ്ടതാണ്. കാവ് സംരക്ഷണം നടത്തേണ്ടതും ആവശ്യമാണ്. അത് മുടങ്ങാതെ ചെയ്താൽ അതിൻ്റെ പ്രീതി കൊണ്ട് ഐശ്വര്യം, സമ്പത്ത്, സന്താനലാഭം, സുഖം എല്ലാം സിദ്ധിക്കുമെന്നാണ് വിശ്വാസം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.